കൂട്ടം സുഹൃത്തുക്കൾക്ക്, ഞാൻ സുജാത വിനോദ് ശങ്കർ, സാരി ഡിസൈനറാണ്, ആർട്ടിസ്റ്റാണ്. ഞാനിവിടെ സ്ത്രീകൾക്ക് വേണ്ടി വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കാണിക്കുന്നത്. മയിൽപ്പീലി മ്യൂറൽ സാരി എല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ വളരെ സുലഭമായി കിട്ടുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കോസ്റ്റ് നോക്കുമ്പോൾ വളരെ ഉയർന്ന ഒരു വിലയാണ് ഈ എല്ലാ ഷോപ്പുകളും ഇടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകൾക്കും ശരിക്കും നേരിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കലയാണ് ഈ ഫാബ്രിക് പെയിൻറ്റിങ്ങിലെ ആർട്ട്. അല്പം കലാകാരിയാണെങ്കിൽ, അല്പം കലാവാസന നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു മയിൽപ്പീലി സാരി അത് വരയ്ക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതിന് ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻ്റ് എന്ന് പറയുന്നത് അക്രിലിക്കാണ്. അക്രിലിക്കിൽ ഫാബ്രിക്കിൻ്റെ ഗം ചേരുമ്പോഴാണ് അത് ഫാബ്രിക് പെയിൻ്റ് ആവുന്നത്. ആ പെയിൻറ്റ് വാങ്ങുക, ഷോപ്പിൽ പോയി ആ പെയിൻറ്റ് വാങ്ങുക, എന്നിട്ടത് അതെങ്ങനെ ഉപയോഗിക്കുന്ന വിധമാണ് ഞാൻ കാണിക്കുന്നത്. വെള്ളം അധികം യൂസ് ചെയ്യാതെയാണ് ഈ പെയിൻറ്റ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇതിൽ ആർട്ടിസ്റ്റുകൾ നിറയെ വെള്ളം ചേർത്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം അത് അലക്കുമ്പോൾ അതിനൊരു കംപ്ലൈൻറ്റ് വരും. ഒരു കാരണവശാലും വെള്ളം അധികം ചേർക്കാതെ, എന്നാൽ ലൈറ്റായിട്ട് വെള്ളം ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുകയും ചെയ്യും. ഇതിന് പ്രത്യേക അഡീഷണൽ ഫാബ്രിക്കിൻ്റെ തന്നെ കുറച്ച് ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി നമുക്ക് മീഡിയം കിട്ടും. പക്ഷെ അത് അതിൻ്റെ ആവശ്യമില്ല, കാരണം അത് നമുക്ക് വെള്ളം വെച്ച് തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഒരു 11 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്ത അനുഭവം ഉണ്ടായതുകൊണ്ട് ഈ പെയിൻറ്റ് ഫാബ്രിക്കിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്താലും അത് പോവില്ല, കളർ പോവുകയോ മങ്ങുകയോ ഒന്നും ചെയ്യില്ല. ചിലപ്പോൾ വസ്ത്രം അതിന് മുന്നേ കീറിപ്പോയാലും എന്തായാലും പെയിൻറ്റിങ് ചീത്തയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാബ്രിക് പെയിൻറ്റ് ഇത് ചെയ്യുന്ന രീതി അതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കാണുക, എന്നിട്ട് പറ്റുമെങ്കിൽ അത് സ്വയം ചെയ്യാൻ നോക്കുക. പിന്നെ ഞാനിവിടെ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. ഇത് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനൊരു പ്രത്യേക രീതിയിൽ അത് മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കീഴിൽ തന്നെ അത് പഠിക്കേണ്ടി വരും. കാരണം അതിന് ഇത്തിരി 3 ഡയമെൻഷൻ കൊടുക്കുമ്പോഴൊക്കെ ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ട്രഡീഷണൽ മ്യൂറൽ വരയ്ക്കുന്നതും സാരിയിൽ വരയ്ക്കുന്നതും വളരെ ഡിഫറെൻ്റാണ്. രണ്ട് രീതിയിലാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇനി ഇതൊന്ന് വരയ്ക്കുന്നത് കാണാം, കണ്ടു നോക്കുക. ഓക്കെ.
കാണാം.